ശോഭയുടെ തൃശ്ശൂരിലെ നമ്പർ 1 അപ്പാർട്ട്മെൻറ്റ് പ്രൊജക്റ്റായ ശോഭ മെട്രോപോളിസിലാണെന്നുള്ളത്. ലൊക്കേഷൻ വരുന്നത് ടൗണിൽ നിന്ന് അധികം ദൂരത്തല്ലാതെ കുട്ടനല്ലൂർ എന്ന സ്ഥലത്താണ്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് പോവാം. ശോഭയുടെ തൃശ്ശൂരിലെ രണ്ടാമത്തെ അപ്പാർട്ട്മെൻറ്റ് പ്രൊജക്റ്റാണ് ശോഭ മെട്രോപോളിസ്. ശോഭ മെട്രോപോളിസിൻ്റെ മിനിയേച്ചറിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ആക്ച്വലി 8.41 ഏക്കേഴ്സിൽ വരുന്ന പ്രീമിയം ലക്ഷറി ഗേറ്റഡ് കമ്മ്യൂണിറ്റിയാണ് ശോഭ മെട്രോപോളിസ്. ശോഭ മെട്രോപോളിസിൽ ടോട്ടൽ നമുക്ക് കാണാൻ പറ്റും 6 ടവേഴ്സാണ് ടോട്ടലായിട്ടുള്ളത്. ടവർ 1, ടവർ 2, ടവർ 3, ടവർ 4, 5 and 6. 6 ടവേഴ്സ് 3 ഫേസിലാണ് കംപ്ലീറ്റ് ആകുന്നത്. അതായത് ആദ്യത്തെ 3 ടവറുകൾ ടവർ 1, 2, 3 ഈ വർഷം ഹാൻഡ് ഓവർ ചെയ്യുന്ന രീതിയിലാണ്. ടവർ 4 സെക്കൻഡ് ഫേസ് ആണ്. ഇത് 2027ലും ടവർ 5ഉം ടവർ 6ഉം 2028ൽ ഹാൻഡ് ഓവർ ചെയ്യുന്ന തേർഡ് ഫേസുമാണ്. സോ ടോട്ടൽ 8.41 ഏക്കേഴ്സിൽ 37% സ്പേസ് നമ്മൾ കൺസ്ട്രക്ഷൻ ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ളത് ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുള്ള ഒരു രീതിയാണ്. ഓക്കെ, സോ നമ്മൾ ഇപ്പോൾ സംസാരിച്ചതുപോലെ 8.41 ഏക്കേഴ്സിൻ്റെ ലാൻഡാണ്. ഈ ലാൻഡിൽ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇതൊന്ന് കാണിച്ചു കൊടുത്തേ. ഇത് നമ്മുടെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫീസാണ്. ഈ ഓഫീസ് ഇപ്പം നിൽക്കുന്നത് നമ്മുടെ ലൊക്കേഷനിൽ ഈ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ആക്ച്വലി ഇത് ശോഭ മെട്രോപോളിസിൻ്റെ ഒരു അമ്യൂണിറ്റിയാണ്, ഇവന്റ് പ്ലാസ ലോൺ ഏരിയ ആണ്. സോ വൺസ് നമ്മൾ ഈ പ്രൊജക്റ്റ് ഓൺ ആകുന്ന സമയത്ത് ഈ എൻറ്റയർ ബിൽഡിങ് ഡിമോളിഷ് ചെയ്തിട്ടായിരിക്കും ഇവിടെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു അമ്യൂണിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒന്ന് കാണിച്ച്, ഈ മെട്രോപോളിസിൻ്റെ ക്ലബ് ഹൗസ് ആണ് ഈ കാണുന്നത്. ക്ലബ് ഹൗസ് ആക്ച്വലി വരുന്നത് 55,000 സ്ക്വയർ ഫീറ്റിലാണ്. 55,000 സ്ക്വയർ ഫീറ്റിൽ 4 നിലകളിലായിട്ട് താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും കംപ്ലീറ്റ്ലി കൊമേഴ്ഷ്യൽ സ്പേസും, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഫ്ലോർ കംപ്ലീറ്റ്ലി അമ്യൂണിറ്റീസും ആണ്. സോ ഈ അമ്യൂണിറ്റീസിൽ VIP സ്യൂട്ട് റൂംസ് ഉണ്ട്, പ്ലസ് ജിമ്മ് വരുന്നുണ്ട്, ഒരു തിയേറ്റർ വരുന്നുണ്ട്, കോവർക്കിംഗ് സ്പേസ് വരുന്നുണ്ട്, പൂള് വരുന്നുണ്ട്, തുടങ്ങിയിട്ടുള്ള ലക്ഷറീസ് അമ്യൂണിറ്റീസ് അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകുമ്പം റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഒരുപാട് അമ്യൂണിറ്റീസ് കാണാം. ഇവിടെയാണ് നമ്മുടെ ആംഫി തിയേറ്റർ വരുന്നുണ്ട്, സീനിയർ സിറ്റിസൻസിൻ്റെ റിലാക്സിങ് ഏരിയ വരുന്നുണ്ട്, പ്ലേ പാർക്ക് വരുന്നുണ്ട് കുട്ടികൾക്കുള്ള, ഹാഫ് ബാസ്കറ്റ്ബോൾ കോർട്ട് വരുന്നുണ്ട്, ക്രിക്കറ്റ് നെറ്റ്സ് വരുന്നുണ്ട്, ടെന്നീസ് കോർട്ട് വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് റൈറ്റ് സൈഡിലുള്ള അമ്യൂണിറ്റീസ്. ആൻഡ് ഇവിടെ 2 ട്രാക്ക് നിങ്ങൾക്ക് കാണാം, ജോഗിങ്ങിനും സ്കേറ്റിങ്ങിനും ഒക്കെയുള്ള 2 വാക്കിംഗ് ട്രാക്കുകളും ഈ ഭാഗത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഭാഗത്തായിരിക്കും നമ്മളുടെ ഇവിടുത്തെ ഗസ്റ്റുകൾക്കുള്ള കാർ പാർക്കിംഗ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന ഗസ്റ്റുകൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്കുള്ള കാർ പാർക്കിംഗ് ഈ എൻഡ് മുതൽ ഇതിലൂടെ ട്രാവൽ ചെയ്ത് ആ എൻഡ് വരെ, ഇവിടെ ഒന്ന് കാണിച്ചു കൊടുത്ത്, ഈ എൻഡ് വരെ ഇതിന്റെ കാർ പാർക്കിംഗ് ആണ് വരുന്നത്. അറ്റ് എ ടൈം 108, 110 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇനി ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ പോഡിയമാണ്. 1.5 ഏക്കറാണ് പോഡിയം വരുന്നത്. പോഡിയം എന്ന് പറഞ്ഞാൽ 6 ടവറുകൾക്കിടയിൽ 3ാമത്തെ ഫ്ലോറിൽ സ്ഥിതി ചെയ്യുന്ന ലാൻഡിംഗ് ആണ് പോഡിയം എന്ന് പറയുന്നത്. 1.5 ഏക്കേഴ്സ് ആണ് പോഡിയം വരുന്നത്. ദെൻ ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ കംപ്ലീറ്റ്ലി കവേർഡ് കാർ പാർക്കിംഗ് ആണ്. നിയർലി 900 യൂണിറ്റ്സ് ഓഫ് കാറുകൾക്ക് അറ്റ് എ ടൈം പാർക്ക് ചെയ്യാനുള്ള കാർ പാർക്കിംഗ് സൗകര്യം നമുക്ക് ഗ്രൗണ്ട്, ഫസ്റ്റ്, സെക്കൻഡ് ഫ്ലോറുകളിലായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ ലോബിയും വരുന്നത്. ഓക്കെ, സോ ഇത്രയും വിശേഷങ്ങളാണ് ശോഭ മെട്രോപോളിസ് എന്ന് പറയുന്ന പ്രീമിയം ലക്ഷറിയസ് ശോഭയുടെ അപ്പാർട്ട്മെന്റ് പ്രൊജക്റ്റിൽ ഉള്ളത്. മോക്ക് അപ്പാർട്ട്മെന്റ് നമുക്ക് വരുന്നത് 2800 സ്ക്വയർ ഫീറ്റിൽ വരുന്ന 4 BHK പ്ലസ് മെയ്ഡിനോട് കൂടിയിട്ടുള്ള 2 എൻട്രൻസിലുള്ള മോക്ക് അപ്പാർട്ട്മെന്റ് ആണ് നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. നമ്മൾ കയറി വരുന്ന സമയത്ത് നമുക്കൊരു ഫയർ യൂണിറ്റ് കിട്ടും. ഫയർ യൂണിറ്റ് കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് ലിവിങ്, ഡൈനിങ്, അതുപോലെ ഫാമിലി ലിവിങ് ആണ്. ലിവിങ്ങും ഡൈനിങ്ങും ഫാമിലി ലിവിങ്ങും അത്യാവശ്യം നല്ല സ്പേഷ്യസിലാണ് ചെയ്തിട്ടുള്ളത്. ഗസ്റ്റ് ലിവിംഗിൽ നിന്നാണ് നമ്മുടെ മെയിൻ ബാൽക്കണി വരുന്നത്. നമ്മൾ 3 BHK ആണെങ്കിലും 4 BHK ആണെങ്കിലും 2 ബാൽക്കണി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്കൊരു വാഷ്റൂം വരുന്നുണ്ട്. വാഷ്റൂം ഡൈനിങ്ങിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ്, പ്ലസ് ഡൈനിങ്ങിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് നമുക്കൊരു കിച്ചൺ വരുന്നുണ്ട്. ആൻഡ് പിന്നെ ഫസ്റ്റ് എൻട്രൻസ് വരുന്നത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. മാസ്റ്റർ ബെഡ്റൂം പ്ലസ് ബാൽക്കണി പ്ലസ്
walk-in closet and attached toilet. ഇങ്ങനെയാണ് മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ദെൻ വീണ്ടും നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് വരുന്നൊരു അൽക്കോവ് യൂണിറ്റ് വരുന്നുണ്ട്. ഇത് 4 BHK 2800 സ്ക്വയർ ഫീറ്റിന്റെ മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സ്പേസ് ആണ്. കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റ് വരുന്നുണ്ട്. സോ കോമൺ ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 4 ബെഡ്റൂമിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡും 1 ബെഡ്റൂം കോമണും ആയിരിക്കും. ഓക്കെ, ആൻഡ് ഇത് നിങ്ങളുടെ ഗസ്റ്റ് ബെഡ്റൂം ആണ്. ആൻഡ് ശോഭയുടെ ഒരു ഐക്കണിക് ഫീച്ചറാണ് ഇതുപോലത്തെ വലിയ വിൻഡോസുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ എയർ വെന്റിലേഷൻ ആണെങ്കിലും ലൈറ്റ് വെന്റിലേഷൻ ആണെങ്കിലും പ്രോപ്പർലി കിട്ടുന്ന രീതിയിലാണ് വിൻഡോസ് എല്ലാം പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇത് കിഡ്സ് ബെഡ്റൂം ആണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടാണ് കിഡ്സ് ബെഡ്റൂം വിത്ത് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ട് ചെയ്തിട്ടുള്ളത്. ഇതൊരു ലാസ്റ്റ് ബെഡ്റൂമാണ്, 4ാമത്തെ ബെഡ്റൂമാണ്. പാരൻസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം. ഓക്കെ, ഇനി നമ്മൾ നേരെ ഇവിടുന്ന് പോകുന്നത് കിച്ചണിലേക്കാണ്. ഇതിൻ്റെ കിച്ചൺ വരുന്നത് 10x13 സ്ക്വയർ ഫീറ്റിലാണ് നമ്മുടെ ഇതിൻ്റെ കിച്ചൺ വരുന്നത്. സ്പേഷ്യസ് ആയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ തെറ്റില്ലാത്ത രീതിയിലുള്ള ഒരു കിച്ചണാണ്. പ്ലസ് കിച്ചൺ നേരെ വരുന്ന യൂട്ടിലിറ്റി ഏരിയ ആണ്. 3 BHK ആണെങ്കിലും 4 BHK ആണെങ്കിലും നമുക്ക് യൂട്ടിലിറ്റി ഏരിയ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യൂട്ടിലിറ്റി ഏരിയ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മെയ്ഡ് റൂമാണ്. മെയ്ഡ് റൂം അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ്. ആക്ച്വലി ഇതിന് 2 എൻട്രൻസ് ഉണ്ട്. നേരത്തെ നമ്മൾ കണ്ടത് മെയിൻ എൻട്രൻസ് ആണെങ്കിൽ ഇത് ഇതിൻ്റെ മെയ്ഡൻ എൻട്രൻസ് ആണ്. മെയ്ഡൻ എൻട്രൻസ് വഴി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. സോ ഇതാണ് 2814 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK പ്ലസ് മെയ്ഡ് വരുന്ന കോൺഫിഗറേഷൻസ്.